ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കിടിലൻ ഡെസേർട്ടാണ് കേട്ടോ. നമുക്ക് നോമ്പുറക്കൊക്കെ എത്ര പേരുണ്ടായാലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി ഡെസേർട്ടാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ. ഇത് നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 4 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ല കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ഞാനിങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് ഈ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് തന്നെ ഗീയും ഞാനിവിടെ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗീയിൽ മാത്രം ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഗീയും അതുപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്, ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. അപ്പോൾ ഗീയിലാണ് കംപ്ലീറ്റ് ഗീ തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെന്താ, ഞാൻ ബാക്കിയുള്ള ബ്രെഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഞാൻ എന്നും പറയുന്ന പോലെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല കിച്ചൺ മേക്ക് ഓവറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അപ്ലോഡ് ആക്കാം. നമ്മുടെ നോമ്പൊക്കെ ആയില്ലേ, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ആരോഗ്യമൊക്കെയുള്ള ഇബാദത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാസമാവട്ടെ. അപ്പോൾ എന്താ, നമ്മുടെ ബാക്കിയുള്ള ബ്രെഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനില്ലേ നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് നോമ്പിന് മുന്നേ തന്നെ. പക്ഷേ ഓരോ തിരക്കും കാര്യങ്ങളും കൊണ്ട് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം. ഓരോ റെസിപ്പീസ് എന്തെങ്കിലും വെറൈറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് ഏലക്ക പൗഡറില്ലേ, അത് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 3-4 തുള്ളി, കൂടുതലായി പോണ്ട, കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് കമ്പൈനായി വരുമല്ലോ. നമുക്ക് ഷുഗർ സിറപ്പ് അറിയാമല്ലോ അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയായി വരുമ്പം ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ബ്രെഡ് ഇതിലോട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടൊന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പുഡിംഗ് ട്രേയിലോ ഏതിലാണോ സെർവ് ചെയ്യാൻ ഇഷ്ടം അങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, 4 പീസാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലോട്ട് ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി കുറച്ച് കസ്റ്റേർഡ് ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത പാൻ തന്നെ എടുക്കുക. ഇതിലോട്ട് ഞാൻ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ പറയുമ്പം ഒരു പാക്കറ്റ് പാല്. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊരു 1/2 കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് നിറച്ച് തന്നെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചൂടാവുന്ന മുന്നേ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് പാൽപ്പൊടി അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും കേട്ടോ, കൂടുതൽ പാല് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലൈറ്റ് ചൂടിൽ തന്നെ പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ചും കൂടി കുറുകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറുകുന്നവരെ കാത്തിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡറും കൂടി കലക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടുമല്ലോ. പിന്നെ കുറച്ച് ബദാമും കൂടി പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി കസ്റ്റേർഡ് ഇവിടെ റെഡിയായി. ഇനി ഒന്നുമില്ല, ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുഡിംഗ് ട്രേയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബ്രെഡ് നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ കസ്റ്റേർഡ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നല്ല ടേസ്റ്റുള്ള, അതുപോലെ കഴിക്കാനും അടിപൊളിയാണ്. എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത് എല്ലാവർക്കും അറിയായിരിക്കും, ഷാഹി തുക്കട ഇതിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാമെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.